പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എം നോട്ട്സിലെ ഒരു പുതിയ അധ്യയനത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് ഗുണപ്രദമായ അസൈൻമെന്റ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് പൂർണ്ണമായി സംസാരിക്കുന്നത്. അസൈൻമെന്റ് ഒരു അനുഗ്രഹമാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റിൻ്റെ സ്കോർ വച്ചിട്ടാണ് നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണയിക്കപ്പെടുന്നത്. അതൊരു കുട്ടിക്കളിയല്ല, എളുപ്പത്തിൽ മാർക്ക് കിട്ടേണ്ട ഒരു ജാലവിദ്യയും അല്ല, ആരെങ്കിലും ദാനമായി തരുന്ന ഒരു സംഭവവുമല്ല. എന്നാലോ നിങ്ങൾക്ക് അത് ദാനമായി തരണം എന്ന് ക്ലെയിം ചെയ്യാനുള്ള അവകാശവും ഇല്ല. അസൈൻമെന്റ് അർഹിക്കുന്നവർക്ക് അർഹതയുള്ള മാർക്ക് കിട്ടും. നിങ്ങൾ 0 മാർക്കിനാണ് അർഹനെങ്കിൽ 0 മാർക്ക് കിട്ടും. താങ്കൾ 100 മാർക്കിനാണ് അർഹരെങ്കിൽ 100 മാർക്കും തരും. ഈ അസൈൻമെന്റ് വാല്യൂ ചെയ്യുന്നത് ഗൈഡ് ലോബികളല്ല. 49 രൂപ വെച്ച് 1,00,000 കുട്ടികൾക്ക് ഒരേ അസൈൻമെന്റ് വിതരണം ചെയ്ത് 49 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ബിരുദന്മാരുണ്ട്, കേരളത്തിലുമുണ്ട്. അസൈൻമെന്റ് കുട്ടികളെ കൊണ്ട് മറ്റുള്ളവരെ എഴുതിപ്പിച്ച് അത് കാശുണ്ടാക്കി അതിൽ കൊഴുത്തു വരുന്ന അവസാനം RCC തിരുവനന്തപുരത്ത് പോയി അഡ്മിറ്റ് ആകുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കച്ചവടം നടത്തുന്നത്, അസൈൻമെന്റ് കൊണ്ട് കച്ചവടം നടത്തുന്ന കുറെ നികൃഷ്ട ജീവികളും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നത് താങ്കളോടാണ്, മിടുക്കിയായ താങ്കളോടാണ്. 16 വയസ്സ് മുതൽ 90 വയസ്സ് വരെ ഉള്ള അതിഗംഭീരമായ മെന്റൽ പവർ ഉള്ള മിടുക്കനോടാണ് എനിക്ക് ഇനി പറയാനുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അസൈൻമെന്റ് ഇപ്പോൾ സമർപ്പിക്കുന്നതിൻ്റെ, അതായത് ഇപ്പോൾ നടക്കുന്ന പരീക്ഷയുടെ, ഇനിയിപ്പോൾ അടുത്ത മാസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു. എന്താണ് ആ അസൈൻമെന്റ് നീട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് വിശദീകരിച്ച് ഡിസ്കസ് ചെയ്യാം. അസൈൻമെന്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് നീട്ടി. ഈ സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുകയാണ്. ഇന്ന് മുതൽ അസൈൻമെന്റ് എഴുതിയാലും താങ്കൾ രക്ഷപ്പെടും. ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട 3 സംഗതികളാണ്. ഒന്ന്, അസൈൻമെന്റ് സമർപ്പിക്കുക, കൃത്യമായി പരീക്ഷാ ഫീസ് അടയ്ക്കുക, അടുത്ത സെഷനിലേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഫൈനൽ സെമസ്റ്റർ, ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഒഴികെ, നേരത്തെ ചെയ്തവർ ഒഴികെ ബാക്കിയുള്ളവർക്ക് നിർബന്ധമായും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്, എക്സാമിനേഷന് ഫീസ് സമർപ്പിക്കേണ്ടതുണ്ട്, അസൈൻമെന്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റ് നേരത്തെ സമർപ്പിക്കാൻ പറ്റിയില്ല, നിങ്ങൾ തിയറി പേപ്പർ എഴുതിയിട്ടുണ്ട്, ബേജാറാകണ്ട, ദയവ് ചെയ്ത് ബേജാറാകണ്ട. എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് എഴുതി സ്റ്റഡി സെന്ററിൽ സമർപ്പിക്കുക. എത്രയും പെട്ടെന്ന് സ്റ്റഡി സെന്ററിൽ സമർപ്പിക്കുക. അസൈൻമെന്റ് സമർപ്പിക്കുമ്പോൾ ഓൺലൈനിൽ സമർപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ അതിൻ്റെ കടുത്ത വിരോധിയാണ്. ഓൺലൈനിൽ ഒരു കാരണവശാലും സബ്മിറ്റ് ചെയ്യരുത്. കാരണം ഒരു റീജിയണൽ സെന്ററിന്റെ കീഴിൽ ഏകദേശം 6000 അല്ലെങ്കിൽ 5000-ഓളം കുട്ടികൾ ഉണ്ടാകും. ഈ 5000-ഓളം കുട്ടികളിൽ 1000 കുട്ടികൾ അസൈൻമെന്റ് സബ്മിറ്റ് ഓൺലൈനിലൂടെ ചെയ്യുന്നു എന്ന് കരുതുക. വെറും 1000 കുട്ടികൾ അസൈൻമെന്റ് സമർപ്പിക്കുന്നു എന്ന് കരുതുക. ഈ 1000 കുട്ടികൾ 8 അസൈൻമെന്റ് വീതം സമർപ്പിക്കുന്നു. ഒരു അസൈൻമെന്റിന് 30 പേജ് എന്ന് കരുതുക. ഒരു അസൈൻമെന്റിന് 30 പേജ്. അപ്പൊ 30 പേജ് അങ്ങനെ 8 എണ്ണം വരുമ്പോൾ 8 സബ്ജക്റ്റിന് 240 പേജ്. ഈ 240 പേജ് 1000 കുട്ടികൾ അയക്കുന്നു എങ്കിൽ 2,40,000 അസൈൻമെന്റ് പേജുകൾ യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്ത് അക്കാഡമിക് കൗൺസിലേഴ്സിന് കൊടുക്കില്ല.
ഞാൻ ഉറപ്പ് പറയുന്നു, കാരണം അത് മാൻ പവറിന് വിരുദ്ധമായി നടക്കുന്ന ഒരു സംഗതിയാണ്. 2,40,000 രൂപയുടെ അസൈൻമെന്റ് പ്രിന്റ് ചെയ്യാൻ തന്നെ ടോണർ തന്നെ പ്രിന്ററിൽ വേണം. ഇതെല്ലാം അവർ ഓൺലൈനിൽ സമർപ്പിക്കും, ഓൺലൈനിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കും എല്ലാം, എന്നിട്ട് അതനുസരിച്ചുള്ള മാർക്ക് കിട്ടും. സോ അസൈൻമെന്റ് കിട്ടാൻ അതിന് നിങ്ങൾക്കാണ് ചെലവ് കൂടുതൽ. ഓരോ അസൈൻമെന്റും ഈ 240 അസൈൻമെന്റിന് 5 രൂപ വെച്ച് സ്കാൻ ചെയ്താൽ 1,200 രൂപ താങ്കൾക്ക് ചെലവ് വരും. മൊബൈലിൽ ചെയ്താൽ പലതും പല ഷേപ്പിലായിരിക്കും, ഒന്നിങ്ങനെ 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 ഒന്നിങ്ങനെ, മെട്രിക്ക് സ്ക്യൂ സിമ്മട്രി ഒന്നും ആയിരിക്കില്ല, വളഞ്ഞും ഞെളിഞ്ഞും പുളഞ്ഞും ആയിരിക്കും ഓരോ അസൈൻമെന്റും. സോ ആ മണ്ടത്തരത്തിനൊന്നും നിൽക്കണ്ട. എന്തായാലും നിങ്ങൾ എഴുതണല്ലോ, എഴുതിയിട്ടല്ലേ അസൈൻമെന്റ് സ്കാൻ ചെയ്യാൻ പറ്റൂ. എഴുതിയ ഉടനെ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ താങ്കളുടെ കയ്യിൽ പോസ്റ്റൽ റെസിപ്റ്റ് ഉണ്ടാവും. അത് സ്പീഡ് പാർസലിലോ രജിസ്റ്റേർഡ് പാർസലിലോ അയക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു റെസിപ്റ്റ് ഉണ്ടാവും. മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ ഫേസ് ടു ഫേസ് അക്കാഡമിക് ക്ലാസ്സിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ പരീക്ഷയ്ക്ക് മുമ്പ് ഈ അസൈൻമെന്റുകൾ താങ്കൾ പോയി വാങ്ങിച്ചു വരേണ്ടതുണ്ട്. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ അസൈൻമെന്റ് താങ്കൾ തിരിച്ചു വാങ്ങണം. അത് നിങ്ങളുടെ ക്ലെയിം ആണ്, നിങ്ങളുടെ റൈറ്റ് ആണ്. 80% കുട്ടികളും 85% കുട്ടികളും അത് ചെയ്യാറില്ല. അസൈൻമെന്റ് സത്യത്തിൽ എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, സമഗ്രവും തുടർച്ചയുമായിട്ടുള്ള മൂല്യനിർണ്ണയമാണ്. ആ സമഗ്രമായ തുടർച്ചയായ മൂല്യനിർണ്ണയത്തിൽ താങ്കൾക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, താങ്കൾക്ക് തുടർച്ചയോ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, സമഗ്രത എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് ഫണ്ടമെന്റലി അറിയേണ്ടത് താങ്കളുടെ അസൈൻമെന്റിന് സ്കോർ തരുന്ന അധ്യാപകനല്ല, താങ്കളാണ് അറിയേണ്ടത്. അപ്പൊ നിർബന്ധമായും താങ്കൾ എന്ത് ചെയ്യണം? ഈ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ പോയി നേരിട്ട് കളക്ട് ചെയ്യുക. അത് അവരോട് സ്പീഡ് പോസ്റ്റ് ചെയ്യാൻ. ഇതേപോലെ 2,40,000 അല്ല, അവിടെ പല തരത്തില് 5,000 കുട്ടികളുടെ അസൈൻമെന്റുകൾ വന്ന് കിടക്കുമ്പോൾ വളരെ കൂടുതലാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ തൂക്കി വിൽക്കാവട്ടോ, അങ്ങനെയുള്ള വകുപ്പുണ്ട്. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അത് ഡംപായി അവിടെ വയ്ക്കും, തൂക്കി വിറ്റിട്ട് യൂണിവേഴ്സിറ്റിക്ക് മുതൽക്കൂട്ടാക്കാം എന്നുള്ള വകുപ്പ് നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അസൈൻമെന്റ് പോയി വാങ്ങിച്ചു വന്ന് അതിൽ താങ്കൾക്ക് പറ്റിയ അമളികളെല്ലാം കൃത്യമായി മനസ്സിലാക്കുക. ഇനി വളരെ ആഴത്തിൽ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ താങ്കൾക്കാണ് അബദ്ധം. ഞാൻ ഇവിടെ ഒരു മോഡൽ അസൈൻമെന്റ്, താങ്കൾക്ക് 90-ൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു മോഡൽ അസൈൻമെന്റിനെ പരിചയപ്പെടുത്തുകയാണ്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി കാണുക, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്റ്റഡി സെന്റർ നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിർബന്ധമായും ഇത് വാട്സപ്പ് ഗ്രൂപ്പിലെ കോർഡിനേറ്ററുടെ പെർമിഷനോടുകൂടി ഈ മെസ്സേജ് താങ്കൾ ഇടുക. എല്ലാവർക്കും അതൊരു ഗുണം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് പറയാം.